വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം പള്ളുരുത്തിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ആഷിഖിന്റെ സുഹൃത്ത് ഷഹാന, ഭർത്താവ് ഷിഹാസ് എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ഭീഷണിയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. ഗുരുതര പരിക്കേറ്റ നിലയിൽ ഇന്നലെ രാത്രിയിൽ ആഷിഖിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പിന്നീട് സംശയം തോന്നിയതോടെ ബന്ധുക്കൾ പോലീസിന് വിവരം അറിയിച്ചു. ഒപ്പമുണ്ടായിരുന്ന പെൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതോടെ ആഷിഖിന്റെ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. പ്രതികൾ സസ്പെക്ട് ചെയ്യുന്ന 2 പ്രതികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടേ ഉള്ളൂ. അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇനി ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. പള്ളുരുത്തി കണ്ണങ്ങാട് പാലത്തിന് സമീപം ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ആഷിഖ് ഉപയോഗിച്ച വാഹനവും കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. ഇവിടേക്ക് ആഷിഖിനെ വിളിച്ചു വരുത്തിയെന്നും ഷിഹാസും ഷഹാനയും ചേർന്ന് ആക്രമിച്ചെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുമ്പും ഭീഷണി ഉണ്ടായിരുന്നെന്നാണ് ആഷിഖിന്റെ പിതാവിന്റെ പ്രതികരണം. എൻ്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവനെ കെട്ടിച്ചാന്നില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴിവെട്ടി വെച്ചോ, അവൻ്റെ ഡെഡ് ബോഡിയേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോണിലൂടെ എല്ലാവരും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കൊലയ്ക്ക് കാരണം നഗ്നചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന ഭീഷണിയെന്നാണ് പ്രതികളുടെ മൊഴി. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും ഇവരുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആഷിഖിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മീഡിയ 1 കൊച്ചി.